ഈ നിമിഷം പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ഇതോടെ കെജ്രിവാൾ ജയിൽ മോചിതനാകും. ഇഡി കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണിപ്പോൾ സിബിഐ കേസിൽ കൂടി കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബാലു, ഈ അറസ്റ്റ് നടപടി തന്നെ ജയിൽ മോചിതരാക്കാതിരിക്കാനുള്ള കരുതൽ നടപടി എന്നുള്ള തരത്തിലുള്ള വാദങ്ങളായിരുന്നു കെജ്രിവാൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കെജ്രിവാളിന്. ജാമ്യത്തിന് ഉപാധികളുണ്ടോ? എന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? ജസ്റ്റിസുമാര് സൂര്യകാന്തും ഉജ്ജൽ ഭുയാനും അടങ്ങുന്ന ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മദ്യനയ കേസിൽ സിബിഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇഡിയുടെ കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ ജാമ്യം കൂടി ലഭിച്ച സാഹചര്യത്തിൽ കെജ്രിവാളിന്റെ ജയിൽ മോചനം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ കെജ്രിവാളിനെ ഡൽഹിയിലെ തീഹാർ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രീം കോടതിയിൽ ഇന്ന് ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ രണ്ട് പ്രത്യേക വിധികളായിരുന്നു പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടുപേരും ഈ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്ന കാര്യത്തിൽ ഏക അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ സിബിഐ 4 കുറ്റപത്രമാണ് ഇതുവരെ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണ അനന്തമായി നീണ്ടുപോകും. ആ കാലയളവിലൊക്കെ ഒരാളെ ജയിലിൽ കഴിയുക എന്നത് തികച്ചും നിയമവിരുദ്ധമായ കാര്യമാണ് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം അനുവദിക്കാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസിൽ പ്രത്യേക വിധി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വിധികളുണ്ടായിരുന്നു. ആ രണ്ടാമത്തെ വിധി എഴുതിയ ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനാകട്ടെ സിബിഐയുടെ നടപടിയെ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ ഒരു ശക്തമായ സിബിഐയുടെ നടപടിയെ ശക്തമായി വിമർശിക്കുന്ന ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കേസ് 2 വിഷയങ്ങൾ, അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം എന്നതിനു പുറമെ ഈ കേസിലെ അറസ്റ്റിനെയും അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഈ കേസിൽ വിധി പറഞ്ഞ ആദ്യം വിധി പ്രസ്താവന നടത്തിയ ജസ്റ്റിസ് സൂര്യകാന്ത് ആ അറസ്റ്റ് നിയമവിധേയമാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇഡിയുടെ കേസിൽ അറസ്റ്റിലായിരുന്ന ഒരാളെ അതേ കുറ്റത്തിന് അതേ സംഭവത്തിന്റെ പേരിൽ മറ്റൊരു ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞിരുന്നത്. പക്ഷേ CRPCയുടെ ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് അത്തരത്തിലൊരു അറസ്റ്റിന് യാതൊരു തരത്തിലുള്ള നിയമപരമായ തടസ്സവും ഇല്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിധി പ്രസ്താവം തുടരുകയാണ്. ഈ കോടതി അരവിന്ദ് കെജ്രിവാളിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള നിബന്ധനകൾ വച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിയേണ്ടതായുണ്ട്. കാരണം നേരത്തെ ഈ അന്വേഷണ ഏജൻസിയുടെ അഭിഭാഷകരും മറ്റും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യം നിലവിൽ ഇതുവരെയും കോടതി ഇതുവരെ പുറപ്പെടുവിച്ചിരുന്ന വിധി പ്രസ്താവത്തിൽ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടതായുള്ളത്. ഏതായാലും ഈ വിധി പ്രസ്താവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായ ഉത്തരവാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ജയിൽ മോചിതരാകുന്നു മാസങ്ങൾക്ക് ശേഷം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബാലു, നമുക്ക് ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് കൂടി പോകാം. മാർച്ചിലാണ് ആദ്യം ഇഡിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത് കെജ്രിവാളിനെതിരെ. പിന്നീട് നമ്മൾ കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചതും പുറത്തിറങ്ങിയതും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പങ്കാളിയാകുന്നതും നമ്മൾ കണ്ടു. പിന്നെ അതിനിടയിലാണ് സിബിഐയുടെ അറസ്റ്റ് കൂടി ഉണ്ടാകുന്നതും ഇത്രയും നാൾ അദ്ദേഹം ജയിലിനകത്ത് തടങ്കലിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത്. കേസിന്റെ നാൾ വഴികളിലേക്ക് ഒന്ന് പോയി വരാം. ബാലു, ഈ വിധി പ്രസ്താവ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സിബിഐയുമായി ബന്ധപ്പെട്ട് ചില രൂക്ഷമായ പരാമർശങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. അതായത് സിബിഐ ഈ കേസിൽ നടത്തിയിരിക്കുന്ന അറസ്റ്റിനെ ഈ രണ്ടാമത്തെ വിധി പറഞ്ഞ ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ ശക്തമായി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സിബിഐയുടെ അറസ്റ്റ് ഒരിക്കലും ന്യായീകരിക്കപ്പെടാവുന്നതല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സിബിഐ രാജ്യത്തെ ഏറ്റവും വലിയ ഏജൻസിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ കേസിന്റെ അന്വേഷണം നേരായ രീതിയിലല്ല നടന്നതെന്നാണ് കോടതി വ്യക്തമായിരിക്കുന്നത്. സിബിഐ ഒരു കൂട്ടിലടച്ച തത്തയെ പോലെ ആകരുതെന്ന സുപ്രധാനമായ നിരീക്ഷണവും ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ തന്റെ ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സിബിഐയുടെ നടപടിയെ ശക്തമായി വിമർശിക്കുന്ന, ചില രൂക്ഷമായി വിമർശിക്കുന്ന പരാമർശം
പരാമർശങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. CBIയുടെ അറസ്റ്റിന്റെ സമയവും ആവശ്യവും ആണ് ഇപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. 2023 CBI അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തത്. ED അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് എന്നാൽ CBI ഈ കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇടവേള അനിവാര്യമാവുകയാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിരികെ എത്തുന്നു, തിഹാർ ജയിലിൽ നിന്ന് മോചിതരാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.